സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മലയുടെ സമയതീരം തുടരുന്നു. അധ്യായം 5. അവതരണം സിന്ധു അശോക്. വിനയചന്ദ്രൻ വല്യേട്ടൻ പറഞ്ഞ വാക്കുകളുടെ അന്തരാർത്ഥങ്ങൾ വിലയിരുത്തുകയായിരുന്നു. നീ ഇങ്ങനെ പരിഭവിക്കുന്നതും ശരിയല്ല വിനയ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? കളിപ്പാട്ടത്തിന് പിണങ്ങുന്ന മാതിരി പിണങ്ങുന്ന പ്രായം കഴിഞ്ഞു. ചിന്തയ്ക്കും പ്രവൃത്തിക്കുമൊക്കെ ഒരു ഇരുത്തം വരണം. സാരമില്ല, ശരിയായിക്കോളും. ചൂടുള്ള അനുഭവങ്ങളില്ലാഞ്ഞിട്ടാ. നീ ചെല്ല്, ടൗണിലെ ഓഫീസിലേക്ക് വേണ്ടതൊക്കെ വാങ്ങിപ്പിക്ക്. വിനയചന്ദ്രൻ എഴുന്നേറ്റ് ചില്ലുവാതിൽ കടന്ന് കോറിഡോറിലേക്ക് ഇറങ്ങി. ആകെ ഒരു കുറച്ചിൽ. വേണ്ടാത്ത കാര്യത്തിൽ കൊണ്ടുപോയി തലയിട്ടിട്ട് വെറുതെ വഴക്ക് കേട്ട പോലെ. വല്യേട്ടൻ പുറമേ കാണുന്ന പോലെ അല്ല എന്നും അവൻ ആദ്യമായി തോന്നി. അതൊരു കരിങ്കൽ ക്വാറിയാണ്. കറുത്തിരണ്ട ജലപ്പരപ്പും അറിയാത്തത്ര ആഴവും ഉന്തി നിൽക്കുന്ന കരിമ്പാറയും എല്ലാം ചേർന്നൊരു മനസ്സ്. അനുപ്രിയ ജോലിക്ക് വെച്ചപ്പോൾ വല്യേട്ടൻ മനസ്സിൽ കണ്ട ദീർഘവീക്ഷണങ്ങളിൽ ഒന്ന് അവന് ദുരൂഹമായി തോന്നി. അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ സ്വാധീനിക്കേണ്ടി വന്നാൽ അതിന് കുറേ അർത്ഥാന്തരങ്ങളുണ്ട്. എങ്ങനെ സ്വാധീനിക്കും? അവൻ കണ്ണാടി ചുമരിനപ്പുറത്തേക്ക് നോക്കി. അനുപ്രിയ കസേരയിലിരിക്കുന്നു. പുതിയ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പരിഭ്രമം ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം ഇടയ്ക്കിടെ നഖം കടിക്കുന്നുണ്ട്. ആ ഇരിപ്പിൽ അവളുടെ മുഖത്തിന് ശിശുക്കളുടേതുപോലുള്ള ഒരു ഓമനത്തമുണ്ടെന്ന് അവന് തോന്നി. അഴകുള്ള മുഖവും അംഗഭംഗിയുള്ള ശരീരവും. വല്യേട്ടൻ എന്ത് ലാഭമാണ് അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കാൻ സുന്ദരികൾക്ക് കഴിയുമെന്ന സാമാന്യ തത്വം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഉന്നതാധികാരത്തിലിരിക്കുന്ന ഒരാളെ സ്വാധീനിക്കാൻ വേണ്ടി വല്യേട്ടൻ അവളുടെ ശരീരം കാഴ്ചവെക്കാൻ ആവശ്യപ്പെടുമോ? ഒറവയ്ക്കൽ ഇൻഡസ്ട്രീസിൻ്റെ കരിങ്കൽ ക്വാറിയിലെ പാറക്കുളത്തിൽ ജോലിക്കിടയിൽ മുങ്ങിമരിച്ച സുധാകരൻ്റെ മകളോട്. ഛേ! വിനയൻ തല ചികഞ്ഞുകൊണ്ട് കോറിഡോറിലൂടെ 2 ചാൽ നടന്നു. പിന്നെ നേരെ അനുപ്രിയ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. അനുപ്രിയ പെട്ടെന്ന് എഴുന്നേറ്റു. പോകാം, അവൻ പറഞ്ഞു. അവൾ ഹാൻഡ് ബാഗും കുടയും എടുത്തു. കുറുപ്പേട്ടാ, കമ്പ്യൂട്ടർ എടുത്ത് ലതികയുടെ ടേബിളിൽ വെച്ചോളൂ. അനുപ്രിയയുടെ ആവശ്യം കഴിഞ്ഞു. എല്ലാം പഠിച്ചോ? ലതിക ഒരു പുച്ഛ ചിരിയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. പഠിച്ചില്ലെങ്കിൽ അവിടെ ചെന്നിരുന്ന് പഠിക്കാലോ ബാക്കി. വിനയചന്ദ്രന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വല്യേട്ടൻ പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. ജോലിക്കാരോട് പിണങ്ങരുത്, അവരെ തമ്മിൽ പിണക്കരുത്. നീ നിന്റെ ജോലി ചെയ്താൽ മതി, മറ്റുള്ളവരെ പഠിപ്പിക്കണ്ട. ലതികയോട് അത്രയും പറയാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഓഫീസിൽ നിന്ന് പുറത്തു കടന്ന ഉടനെ വിനയചന്ദ്രൻ ബാലനെ വിളിച്ച് കാറെടുക്കാൻ നിർദ്ദേശിച്ചു. ടൗണിലെ ഓഫീസിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ തിരിഞ്ഞ് ബാക്ക് സീറ്റിലിരിക്കുന്ന അനുപ്രിയയോട് പറഞ്ഞു, ജോലിക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, ആരെങ്കിലും മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ അപ്പം തന്നെ എന്നെ അറിയിച്ചേക്കണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ തന്നിരിക്കുന്നത്. അനുപ്രിയ തലയാട്ടി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനിടയുള്ള സ്ഥലത്തേക്കാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് അവൾ സംശയിച്ചു. അല്ലെങ്കിലും ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വിനയേന്ദ്രൻ സാറിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമാണ് കാണുന്നത്. നിന്നെ ഞാൻ ആ ജോലിക്ക് വെച്ചത് ഓർമ്മയുണ്ടല്ലോ? എന്നോടാ നിനക്ക് ഉത്തരവാദിത്വം. അത് കഴിഞ്ഞേയുള്ളൂ മറ്റു സ്റ്റാഫിനോടും വല്യോട്ടനോട് പോലും. മനസ്സിലായോ? ഉവെന്ന് സംഭ്രമത്തോടെ അവൾ മൂളി തലയാട്ടി. പുതിയ ഓഫീസ്, പുതിയ കമ്പ്യൂട്ടർ, പുതിയ കസേരയും ടേബിളും. അനുപ്രിയയ്ക്ക് പുതിയ ജോലിസ്ഥലം തൃപ്തികരമായി തോന്നി. സഹപ്രവർത്തകർ മാത്രമാണ് അപരിചിതർ. ആകെ 4 പേരേയുള്ളൂ. ജയരാജ്, സുമേഷ്, അരവിന്ദാക്ഷൻ, പിന്നെ അനുപ്രിയയും. പർച്ചേസ് മാനേജറുടെ തസ്തികയാണ് ജയരാജന്. ഓഫീസിലെ ഏക കമ്പ്യൂട്ടർ അയാളാണ് കൈകാര്യം ചെയ്തിരുന്നത്. അരവിന്ദാക്ഷൻ ടിപ്പർ, JCB, ട്രാവലർ ബുക്കിംഗ് വിഭാഗത്തിലെ മാനേജർ മുതൽ പ്യൂൺ വരെയുള്ള തസ്തികകൾ സ്വയം ഭരിക്കുന്നു. സുമേഷിന് ഒറവയ്ക്കൽ പെട്രോൾ പമ്പിലാണ് ജോലിയെങ്കിലും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഓഫീസിൽ വന്ന് ജയരാജനെ സഹായിക്കും. ജയരാജൻ്റെ ആജ്ഞാനുവർത്തിയാണ്. പുതിയ നിയമനത്തിൽ ഏറ്റവും അതൃപ്തി പ്രകടിപ്പിച്ചതും ജയരാജനായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും അയാൾ അത് വിനയചന്ദ്രനോടും അനുപ്രിയയോടും പ്രകടിപ്പിച്ചു. ഒന്നാമതേ ഓഫീസിൽ വേണ്ടത്ര സൗകര്യമില്ല. ഒരു ചെയറും ടേബിളും കൂടി വന്നപ്പോൾ നിന്ന് തിരിയാൻ ഇടയില്ലാതെയായി. അനുപ്രിയ ചെന്ന ദിവസം തന്നെ ജയരാജൻ പിറുപിറുത്തു. ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ ജയരാജ് എന്ന് വിനയചന്ദ്രൻ ബസ് കണ്ടക്ടറുടെ മട്ടിൽ മറുപടിയും പറഞ്ഞു. വിനയചന്ദ്രൻ അനുപ്രിയയെ പുതിയ സീറ്റിലിരുത്തി ജോലി ഏൽപ്പിച്ച് പൊയ്ക്കഴിഞ്ഞ ശേഷം ജയരാജ് അരവിന്ദാക്ഷനോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനൊരു വേക്കൻസിയുടെ ആവശ്യമുണ്ടായിട്ടാണോ? വെറുതെ അത്രയും സ്ഥലം മെനക്കെടുത്തി. ചെയ്യാൻ ജോലി വല്ലതും ഉണ്ടോ? വെറുതെ ശമ്പളം കൊടുക്കാമെന്ന് മാത്രം. ഒരാൾക്ക് ജോലിയായില്ലേ ജയരാജ്? അരവിന്ദാക്ഷൻ പറഞ്ഞു. എന്ത് ജോലി? എനിക്കറിയില്ല. എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട് എല്ലാ ബില്ലും ട്രാൻസാക്ഷൻസും. അതെടുത്ത് മറ്റേ കമ്പ്യൂട്ടറിലോട്ട് ഇട്ടാൽ എന്തെങ്കിലും മാറ്റം വരുമോ?
എൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് കോപ്പി ചെയ്യുന്നത് പോലെയല്ലേ ഉള്ളൂ ഇത്. വിനയൻ സാറ് മറ്റെന്തെങ്കിലും ജോലി കൂടി കണ്ടിട്ടുണ്ടായിരിക്കും, അരവിന്ദാക്ഷൻ പറഞ്ഞു. അത് ശരിയാ, അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ആ വാക്കുകളിലെല്ലാം ചെറിയ മുള്ളുകളുണ്ട്. അതെടുത്ത് മനസ്സിൽ വെച്ച് അർത്ഥങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ചോര പൊടിയുന്ന മുള്ളുകൾ. അനുപ്രിയ അത് അവഗണിച്ച് കളഞ്ഞു. അച്ഛൻ മരിച്ചുപോയ 3 മക്കളുടെയും അമ്മയുടെയും അത്താണിയാണ് ഈ ജോലി. ഓഫീസ് കെട്ടിടത്തിന് വേറെയും മുറികളുണ്ടെങ്കിലും ഓഫീസ് റൂം മാത്രമായിരുന്നു ഉപയോഗക്ഷമം. തൊട്ടു പിന്നിലുള്ള റൂമിൽ ഒരു പഴയ സോഫയും 4 പ്ലാസ്റ്റിക് കസേരകളും ഒരു ഡെസ്കും ഉണ്ട്. അവിടെ ഇരുന്നാണ് ഉച്ചഭക്ഷണം കഴിക്കുക. ഊണ് കഴിഞ്ഞ് സുമേഷ് മിക്കപ്പോഴും ഒരു ദിനപത്രമോ തോർത്തോ ഡെസ്കിൽ വിരിച്ച് അതിൽ കിടന്ന് മയങ്ങും. ആ മുറിക്കും പിന്നിൽ ഒരു ചായ്പാണ്. അവിടെ നാനാതരം കാർട്ടൺ ബോക്സുകളും ദിനപത്രങ്ങളും പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നാടകളും തവിട്ടു നിറമുള്ള കട്ടിക്കടലാസുകളും കിടപ്പറ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന സിനിമാ പ്രസിദ്ധീകരണങ്ങളും ചിതറിക്കിടന്നിരുന്നു. ഓഫീസ് മുറിയോട് ചേർന്നുള്ള മറ്റൊരു മുറിയിൽ കുറേ ടൈൽസും സാനിറ്ററി ഫിറ്റിംഗ്സും കിടപ്പുണ്ടായിരുന്നു. ഓഫീസ് അന്തരീക്ഷവുമായി ഇണങ്ങാൻ അനുപ്രിയ 2-3 ദിവസം എടുത്തു. ബസ്സിലാണ് പോയി വരുന്നത്. ടൗണിലെ ഓഫീസിലേക്ക് അനുപ്രിയയെ മാറ്റിയ ശേഷം വിനയചന്ദ്രൻ അങ്ങോട്ട് പോകാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ അനുപ്രിയയുടെ കാര്യത്തിൽ താൻ അമിത താല്പര്യം കാട്ടിയോ എന്ന് അവന് തന്നെ സംശയമായി. അതിനേക്കാൾ ഉപരി മറ്റുള്ളവർ തന്നെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നില്ലേ എന്നൊരു തോന്നലും. താൻ കൂടുതൽ പരിഗണന കാണിക്കാൻ മുതിർന്നാൽ അത് അനുപ്രിയയ്ക്ക് വിനയായി തീർന്നേക്കാമെന്ന ഭയവും വിനയചന്ദ്രനുണ്ടായിരുന്നു. തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ട സുധാകരൻ്റെ കുടുംബത്തിന് അർഹിക്കുന്ന സഹായം നൽകുക എന്ന മനുഷ്യത്വപരമായ കടമ മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്ന് ഇതുവരെ അവന് സ്വയം വിശ്വസിപ്പിക്കാൻ സാധിച്ചിരുന്നു. അതിനൊരു കോട്ടം വരരുതെന്നും അവൻ ആഗ്രഹിച്ചു. തൻ്റെ കടമ താൻ ഭംഗിയായി നിർവഹിച്ചു. എന്തെങ്കിലും അത്യാവശ്യം നേരിട്ടാൽ തന്നെ വിളിക്കാൻ അനുപ്രിയയ്ക്ക് ഫോണും തൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടല്ലോ എന്നവൻ സമാശ്വസിച്ചു. അടുത്ത 3 ദിവസങ്ങളിലും വിനയചന്ദ്രൻ മുഴുവൻ സമയവും ഒറവയ്ക്കൽ ഇൻഡസ്ട്രീസിൻ്റെ നാഗശ്ശേരി ഓഫീസിൽ തന്നെയായിരുന്നു. 4-ാം ദിവസമായപ്പോഴേക്കും അവന് തന്നെ തോന്നി തുടങ്ങി താൻ ആരുടെയൊക്കെയോ മുന്നിൽ അഭിനയിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ബാലനാണ് അതിന് കാരണമുണ്ടാക്കിയത്. അവൻ വിനയചന്ദ്രനോട് അറിയാതെ ചോദിച്ചു പോയി, കൊച്ചു സാറ് പിന്നെ അനുപ്രിയെ കാണാൻ പോയതേയില്ലേ? ഇല്ല. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ചുമ്മാതെയല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? ചുമ്മാ കൊച്ചു സാറിന് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു. എന്തിഷ്ടം? അതിനെ കാണുന്നതും മിണ്ടുന്നതും എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നതും. നിന്നോട് ആര് പറഞ്ഞു എനിക്ക് അവളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ടെന്ന്? കൊച്ചു സാറ് അതിനെ വിളിച്ച് ജോലി കൊടുത്തു, ഫോൺ കൊടുത്തു, ഒരു ദിവസം ചോറ് വാങ്ങിക്കൊടുത്തു. പിന്നെ എന്നോടെന്താ ഒരു ദേഷ്യം പോലെ? അല്ല, അത്രയൊക്കെ ചെയ്താൽ അതിനർത്ഥം ഇഷ്ടമാണെന്നാണോ? അല്ലേ? എടാ, ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ ഒപ്പം മിങ്കിൾ ചെയ്തിട്ടുള്ളവനാ. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കോളേജിൽ പഠിച്ചപ്പോൾ എത്രയോ പെൺകുട്ടികൾ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഞാനവർക്ക് എന്തെല്ലാം സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ സഹോദരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അയാളാണ് അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അയാൾ മരിച്ചതോടെ അവൾക്ക് പഠിപ്പ് തുടരാൻ നിവൃത്തിയില്ല. ഞാനാ ബാക്കിയുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിച്ചത്. അവൾക്ക് ആവശ്യമുള്ള ഫീസും മറ്റു ചെലവുകളും കൊടുത്തത്. എൻ്റെ ചെലവുകൾ വെട്ടിക്കുറച്ചിട്ട്. അതിൻ്റെ പേരിലൊന്നും വലിയേട്ടനോട് 10 രൂപ ഞാൻ അധികം വാങ്ങിയിട്ടില്ല. കോളേജിൽ നിന്ന് ടൂറിനൊക്കെ പോകുമ്പോൾ പെൺകുട്ടികൾ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നീ അതൊക്കെ കണ്ടിരുന്നെങ്കിലോ? ആ, ഇപ്പം മനസ്സിലായി. എന്ത് മനസ്സിലായി? കൊച്ചു സാറിന് ഈ പുറമേ കാണിക്കുന്ന ഇഷ്ടമൊന്നും അകത്തില്ലെന്ന്. നിനക്ക് അങ്ങനെയാണോടാ പൊട്ടാ മനസ്സിലായത്? നീ വാസ്തവത്തിൽ എന്താ വിചാരിച്ചിരുന്നത്? നിങ്ങൾ തമ്മിലുള്ള ലവ് സ്റ്റാർട്ട് ചെയ്തെന്ന്. ഇങ്ങനെയാണോടാ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത്രയും പോരെ? മീശമാധവനിൽ കാവ്യമാധവും ദിലീപും കൂടെ നീ മിണ്ടരുത്. ഞാൻ മിണ്ടുന്നില്ല. എന്നാലും കഷ്ടമായിപ്പോയി. എനിക്കൊന്നും അതിനുള്ള യോഗമില്ല. കൊച്ചു സാറ് വിചാരിച്ചാ എന്തെങ്കിലും നടന്നേനെ. എന്ത് നടന്നേനെ? ഒന്നുമില്ലേ, ഈ ചുമ്മാ പറഞ്ഞതാ. നീ ഒരുമാതിരി ആളെ ഫൂളാക്കുന്ന മാതിരി സംസാരിക്കരുത്. ഞാൻ കൊച്ചു സാറിനെ ഫൂളാക്കാനോ? ഒരിക്കലുമില്ല. കൊച്ചു സാർ എന്നെ ഫൂളാക്കിയാൽ മതി. എടാ, ഞാൻ അവളെ ടൗണിലെ ഓഫീസിലാക്കിയിട്ട് ഇന്നിപ്പോൾ ഇത് 4-ാം ദിവസമാണ്. ഞാൻ ഇതുവരെ കാണാൻ പോവുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല. കൊച്ചു സാർ എന്തിനാ ഇത്ര മസിൽ പിടിക്കുന്നേ? സാറിന് അവിടെ പോയാലെന്താ, മിണ്ടിയാലെന്താ? ആരെങ്കിലും കൊച്ചു സാറിനെ പിടിച്ച് വിഴുങ്ങുമോ? ഞാൻ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ടാ. മാത്രമല്ല, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ ഫോണും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൊച്ചു സാർ അതിനെ വിളിച്ചോ? അങ്ങോട്ട് എന്തിനാ വിളിക്കുന്നേ?
ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയല്ലേ ഫോൺ കൊടുത്തത്? കൊച്ചു സാറിന് അങ്ങോട്ട് വിളിക്കാൻ ഇത്രയും മടിയാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാൻ അതിൻ്റെ 10 ഇരട്ടി മടി കാണത്തില്ലേ? വാസ്തവത്തിൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പരിഭവം ഉണ്ടായിരുന്നു എന്ന് വിനയചന്ദ്രൻ ഓർത്തു. ഫോൺ കൊടുത്തു, തൻ്റെ നമ്പർ കൊടുത്തു, എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു, എന്ത് വിഷമമുണ്ടെങ്കിലും അറിയിക്കണമെന്നും പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ടും ഈ 4 ദിവസത്തിനിടയിൽ ഒരു കോൾ, ഒരു മിസ്ഡ് കോളെങ്കിലും ഇങ്ങോട്ട് വിളിക്കാഞ്ഞിട്ടല്ലേ? അത് ശരി, ഇപ്പോഴല്ലേ പിടികിട്ടിയത്? സ്റ്റാർട്ട് ചെയ്തു കൊച്ചു സാറേ, നിന്നോട് മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞ് നമ്മൾ കുറേ വർത്തമാനം പറഞ്ഞല്ലോ. ഓഫീസിൽ നിന്നും വീട്ടിലെത്തുന്നതിനിടയിലാണ് ഈ സംഭാഷണം അത്രയും നടന്നത്. 4 ദിവസം വിനയചന്ദ്രൻ ഓർത്തു. അങ്ങനെ ഓർക്കുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. താനൊരു കൃതജ്ഞത അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവൾക്ക് വേണമെങ്കിൽ വിളിക്കാൻ 100 കാരണങ്ങളുണ്ട്. ഒന്നും വേണ്ട, അവിടെ പാറ്റശല്യമുണ്ടെന്ന് പറയാലോ. അത് സത്യവുമാണ്. പുറകിലെ ചായ്പ് തുറന്നാൽ പാറ്റ മാത്രമല്ല, എലികളും കൂടിയുണ്ട്. അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കാം. ഓഫീസ് അന്തരീക്ഷവുമായി ഒത്തുചേർന്നുവെന്ന് പറയാം. ഇതുപോലൊരു ഓഫീസിൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചതേയില്ല എന്നൊരു ഭംഗിവാക്ക് പറയാം. അഹങ്കാരമല്ലേ വായടച്ചു വെച്ചിരിക്കുന്നത്? പ്രണയത്തിൻ്റെ ഒരു വിത്ത് മനസ്സിൽ എവിടെയെങ്കിലും വീണ് പൊട്ടിമുളച്ചിട്ടുണ്ടോ എന്നും അവൻ ഒരാത്മപരിശോധന നടത്തി. +2 പഠിച്ചിരുന്ന കാലം മുതൽ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പ്രേമിച്ചാൽ പല പെൺകുട്ടികളും ഇങ്ങോട്ട് തിരിച്ചു തന്നിട്ടില്ല. ഇങ്ങോട്ട് പ്രണയസജ്ജരായിരുന്ന പലർക്കും താൻ പ്രണയം മടക്കി കൊടുത്തിട്ടുമില്ല. അപൂർവം ചിലരോടൊപ്പം കുറച്ചു ദൂരം പോയി നോക്കിയിട്ടുണ്ട്. തൃപ്തി വരാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ വലിയ സങ്കല്പങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഉദിക്കുന്ന പ്രണയം പോകെ പോകെ ഇണയുടെ സങ്കുചിത മനസ്ഥിതികളിലും വ്യക്തിത്വത്തിൻ്റെ വികല പ്രശ്നങ്ങളിലും തട്ടിത്തകർന്ന് അസ്തമിക്കുകയായിരുന്നു പതിവ്. അരിച്ചരിച്ച് നോക്കുമ്പോൾ മാനസികമായ ഒരു സമ്പൂർണ്ണ സമർപ്പണം ഒരിടത്തു നിന്നും കിട്ടിയില്ല എന്നതാണ് തന്നെ പിന്തിരിപ്പിക്കുന്ന കാതലായ പ്രശ്നം എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ആരും അലിഞ്ഞു ചേരുന്നില്ല, ജീവനും കൂടി സമർപ്പിക്കുന്നില്ല. എല്ലാവരും ഡിമാൻഡ് ചെയ്യുകയാണ്. രാത്രി ഭക്ഷണത്തിനിരുന്നപ്പോൾ പ്രസന്നചന്ദ്രൻ വിനയനോട് പറഞ്ഞു, നാളെ നമ്മൾ രാജഗോപാലിൻ്റെ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വേറെ പ്രോഗ്രാമുകളൊന്നും ഇല്ലല്ലോ? നാളെ സൺഡേ അല്ലേ? അതെ, ഓഫീസ് ഒഴിവ്, രാജഗോപാലൻ ലീവാണ്. രാജഗോപാലിൻ്റെ മകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഏതോ ഒരു കെണിയിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് പോലെ വിനയചന്ദ്രന് തോന്നി. ഒഴിഞ്ഞു മാറാനുള്ള ഉൾപ്രേരണയെ അടക്കിയിട്ട് അവൻ പറഞ്ഞു, എനിക്കെന്ത് പ്രോഗ്രാം, ഞാൻ റെഡി. പ്രസന്നചന്ദ്രൻ ചിരിച്ചു. ഞാൻ ഓർത്തു നീ എന്തെങ്കിലും തടസ്സം പറയുമെന്ന്. എന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകുമല്ലോ, പിന്നെ ഞാനെന്തിനാ തടസ്സം പറയുന്നേ? അപ്പറഞ്ഞതിലൊരു ഇഷ്ടക്കേടുണ്ടല്ലോ. അംബിക ചിറ്റ സംശയം പ്രകടിപ്പിച്ചു. ഇഷ്ടക്കേടൊന്നുമില്ല ചിറ്റേ, വലിയേട്ടൻ കമ്മിറ്റ് ചെയ്തതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട എന്നേയുള്ളൂ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിനയചന്ദ്രൻ മൊബൈൽ ഫോണിൽ അനുപ്രിയയുടെ നമ്പർ, അതും തൻ്റെ തന്നെയാണ്, എടുത്ത് അതിലേക്ക് നോക്കി. അവളിപ്പോൾ എന്തു ചെയ്യുകയായിരിക്കാം എന്ന് വെറുതെ ആലോചിച്ചു. ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവളും ഫോണിൽ തൻ്റെ നമ്പർ എടുത്ത് അതിലേക്ക് നോക്കുന്നുണ്ടാവാം. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അവളുടെ ശബ്ദം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് അവനൊരാഗ്രഹം തോന്നി. കാതിനടുത്ത് പറയുന്ന പോലെയാണ് തോന്നുക. വികാരങ്ങൾ തിരിച്ചറിയാൻ കഴിയത്തക്ക വിധം വൈബ്രേഷൻസ് ഉള്ള ശബ്ദമാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന സിദ്ധിയല്ല. ചിലർ സംസാരിക്കുമ്പോൾ അവർക്ക് ദേഷ്യമാണോ സന്തോഷമാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. വേണമെങ്കിലൊന്ന് വിളിക്കാം, എന്തെങ്കിലുമൊന്ന് പറയാം. അവളോട് സംസാരിക്കാനും എന്തെങ്കിലും ഒരു കുസൃതി പറഞ്ഞ് ചിരിക്കാനും അവന് കൊതി തോന്നി. വേണ്ട, അതൊക്കെ തെറ്റിദ്ധാരണയുണ്ടാക്കും. ഒരുപക്ഷെ അവൾ മുമ്പേ തന്നെ ആരോടെങ്കിലും പ്രണയത്തിലായിരിക്കാം. അവളെപ്പോലെ ഓമനത്വമുള്ള ഒരു പെൺകുട്ടിയെ തേടി എത്രയോ മുൻപേ കാമുകന്മാർ എത്തിയിരിക്കാം. അവരിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളെ അവൾ മനസ്സാ വരിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരാൾ താൻ കൊടുത്ത ഫോണിലൂടെ ഈ രാത്രി അവളുമായി സല്ലപിക്കുന്നുണ്ടാകാം. വിനയചന്ദ്രന് ശരിക്കും അസ്വസ്ഥത തോന്നി. അത് ശരിയല്ലല്ലോ, അതിനുവേണ്ടിയല്ല താൻ ഫോൺ കൊടുത്തിരിക്കുന്നത്. വിനയചന്ദ്രൻ പെട്ടെന്ന് അവളുടെ നമ്പർ പ്രസ് ചെയ്തു. കാതിൽ വെച്ചിരുന്ന ബ്ലൂടൂത്തിൽ ഒരൊറ്റ റിങ് മാത്രം കേട്ടതും അവൻ കോൾ കട്ട് ചെയ്തു. വേണ്ടായിരുന്നു, മോശം, മഹാമോശം, നീ ഇത്ര ചീപ്പാണല്ലോടേ. അവൻ ഫോണിനോട് ദേഷ്യപ്പെട്ട് അത് അടുത്ത തലയിണയിലേക്ക് എറിഞ്ഞു. സെക്കൻഡുകൾക്കകം അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ഒരൊറ്റ ആയത്തിന് അവൻ ഫോൺ കടന്നെടുത്ത് നമ്പർ നോക്കി. മൈ ഗോഡ്, അനുപ്രിയയുടെ നമ്പർ. എടുക്കണോ വേണ്ടയോ, കട്ട് ചെയ്താലോ? പക്ഷേ അവൻ കോൾ സിഗ്നൽ സ്വൈപ്പ് ചെയ്തു. ഹലോ സാർ. മനസ്സും ശരീരവും വികാരവിചാരങ്ങളും എല്ലാം അടക്കം ചെയ്ത പോലുള്ള ശബ്ദം. ഹലോ, ആരാ? സാർ, ഞാൻ അനുപ്രിയ. ഒരു മിസ്ഡ് കോൾ കണ്ടു. അതാ മിസ്ഡ് കോളോ? എൻ്റെ ഫോണിൽ നിന്നോ?
സോറി അനു, അറിയാതെ കയറി വന്നതായിരിക്കും. ഇറ്റ്സ് മിസ്റ്റേക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. വിനയൻ വേഗം കോൾ കട്ട് ചെയ്തു. എന്നിട്ട് തലയിണക്കിട്ട് 2 അടിയടിച്ചു. എന്തൊരു കള്ളത്തരം! മിടുക്ക്, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ നിനക്ക് അഭിനയിക്കാനും അറിയാം. പിന്നെ ഫോൺ കയ്യിലെടുത്തിട്ട് അവൻ അതിനോട് സ്നേഹത്തോടെയും വല്ലായ്മയോടെയും മന്ത്രിച്ചു. സോറി, റിയലി സോറി. രാജഗോപാൽ അതിഥികൾക്കായി ഒരു ഉഗ്രൻ വിരുന്ന് സൽക്കാരം തന്നെ ഒരുക്കിയിരുന്നു. ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചോറ്, ഒരു ഓണസദ്യയ്ക്ക് വേണ്ടുന്ന പച്ചക്കറി വിഭവങ്ങളെല്ലാം. അതിനും പുറമെ മത്സ്യമാംസാദി കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ. 11:30 മണിക്ക് പ്രസന്നചന്ദ്രനും അംബികച്ചിറ്റയും വിനയചന്ദ്രനും കയറിയ കാർ രാജഗോപാലിൻ്റെ കാർ പോർച്ചിലെത്തി. ബാലനായിരുന്നു ഡ്രൈവർ. രാജഗോപാലും ഭാര്യ മല്ലികയും മകൻ ശ്രീജിത്തും കൂടി ഇറങ്ങി വന്നവരെ സ്വീകരിച്ച് ആനയിച്ച് ഹാളിലെ ഇരിപ്പിടത്തിൽ കൊണ്ടുചെന്നിരുത്തി. ഈ വീടിനും ഇതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷനും ഇവിടുത്തെ ഫർണിച്ചറിനും മുന്നിൽ ഉറവയ്ക്കൽ വീട് തീരെ നിസ്സാരമെന്ന് വിനയചന്ദ്രന് തോന്നി. ചില തെലുങ്ക് സിനിമകളുടെ ഷൂട്ടിംഗ് സെറ്റ് പോലെ വിശാലമായ ഉൾത്തടങ്ങൾ, സ്റ്റെയർ കേസുകൾ. 2ാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് പൂജാമുറിക്ക് മീതെ കൂടി ഇരുവശത്തു നിന്ന് ഉയർന്ന് പാതി വഴിക്ക് സന്ധിച്ച് ഇംഗ്ലീഷിലെ എക്സ് എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിൽ മുകളിലേക്ക് പോയിരിക്കുന്നു. എക്സ് അക്ഷരത്തിൻ്റെ ഒത്ത നടുവിൽ നിന്ന് ഇരുവശത്തേക്കും പാസേജുകൾ. വീണ്ടും ചെറിയ ചില സ്റ്റെയർ കേസുകൾ. 1ാമത്തെ നിലയ്ക്ക് 2ാമത്തെ നിലയ്ക്കും ഇടയിൽ തന്നെ വിവിധ ഉയരങ്ങളിലുള്ള ചില ചെറുനിലകൾ കൂടിയുണ്ട്. വിനയചന്ദ്രൻ നാലുപാട് നോക്കുന്നത് കണ്ട് രാജഗോപാൽ പറഞ്ഞു, ഒരു കടൽഭിത്തിയുടെ കോൺട്രാക്റ്റ് കിട്ടിയപ്പോൾ വന്ന പൈസ കൊണ്ട് ചെയ്തതാ. എന്നുവെച്ചാൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ. ഇത് തൂത്തു തുടച്ച് വൃത്തിയാക്കി വെക്കാൻ മാത്രം 4 ജോലിക്കാർ വേണം. കറണ്ട് ചാർജ് 25,000 രൂപയ്ക്ക് മീതെ വരും. ബിൽഡിംഗ് ടാക്സ് മാത്രം വർഷം 30,000. ഇടിച്ചു കളഞ്ഞാലോ എന്ന് പലതവണ ആലോചിച്ചതാ. പക്ഷേ മോഹിച്ച് കെട്ടിപ്പൊക്കിയതല്ലേ. അതോർക്കുമ്പോൾ മനസ്സ് വരില്ല. സിനിമാ ഷൂട്ടിങ്ങിന് കൊടുത്തു നോക്കി. 2-3 സിനിമാക്കാർ വന്ന് ഷൂട്ട് ചെയ്തതോടെ അതും വേണ്ടെന്ന് വെച്ചു. താമസിക്കാൻ ഞാനും വൈഫും മാത്രം. വിനയചന്ദ്രൻ ശ്രീജിത്തിനെ പരിചയപ്പെട്ടു. എഞ്ചിനീയറാണ്, PWDയിൽ. ഭാര്യാസമേതം തിരുവനന്തപുരത്ത് താമസം. അവിടെ ഫ്ലാറ്റുണ്ട്. കൂൾ ഡ്രിങ്ക്സുമായി വന്നപ്പോഴാണ് വിനയചന്ദ്രൻ ലാവണ്യയെ കണ്ടത്. സിനിമാ നടി മീനയെപ്പോലൊരു യുവതി. സർവാഭരണ വിഭൂഷിതയായി അവൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് കൂൾ ഡ്രിങ്ക്സിൻ്റെ ട്രേ നീട്ടി. അവൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഗോബ്ലറ്റ് ഒരെണ്ണം എടുത്തു. ആരെങ്കിലും ഈ രംഗങ്ങൾ ക്യാമറയിൽ എടുക്കുന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഉപയോഗിക്കാം എന്ന് വിനയചന്ദ്രൻ വിചാരിച്ചു. ലാവണ്യയുടെ പാദങ്ങൾ മെല്ലെ ചലിക്കുമ്പോൾ പാദസരങ്ങളുടെ കിലുക്കം, അവളുടെ വസ്ത്രാഞ്ചലങ്ങൾ ഉലയുമ്പോൾ ഹൃദയഹാരിയായ പരിമളം. പ്രഥമ പാനോപചാരമേള കഴിഞ്ഞു. മോളെ, വിനയനെ കൊണ്ടു നടന്ന് വീടൊക്കെ കാട്ടിക്കൊടുക്ക്. കൂട്ടത്തിൽ നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാമല്ലോ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാം, രാജഗോപാൽ പറഞ്ഞു. ലാവണ്യ വിനയനെ കടക്കണ്ണുകൾ കൊണ്ട് ക്ഷണിച്ചു. വിനയൻ പൈപ്പ് വൈപ്പറിന് പിന്നാലെ എന്ന പോലെ ത്രികാല വിസ്മയങ്ങളോടെ നടന്നു. സംസാരിച്ചും ചിരിച്ചും അന്യോന്യം നിരീക്ഷിച്ചും പഠിച്ചും തന്താങ്ങളുടെ അറിവും പഠിപ്പും താല്പര്യങ്ങളും പരസ്പരം അറിയിച്ചും ചുറ്റി നടന്നവർ റൂഫ് ഗാർഡനിലെത്തി. അവിടെ വീട്ടിൽ പണിതീർത്ത ഒരു ഊഞ്ഞാൽക്കട്ടിൽ ബാൽക്കണിയുടെ മച്ചിലെ കൊളുത്തുകളിൽ തൂക്കിയിട്ടിരുന്നു. അതിൻ്റെ സ്വർണ്ണവർണ്ണമാർന്ന ചങ്ങലയിൽ പിടിച്ച് വശ്യമനോജ്ഞമായ പുഞ്ചിരിയോടെ ലാവണ്യ ചോദിച്ചു, എന്നെ ഇഷ്ടമായോ വിനയന്? പെട്ടെന്നുള്ള ചോദ്യമായതുകൊണ്ട് വിനയൻ മറുപടി പറയാൻ 2 നിമിഷം എടുത്തു. അങ്ങനെ ഒറ്റക്കാഴ്ചയിൽ ഒരാളെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. ലാവണ്യ ചിരിച്ചു. ആ ആൻസർ എനിക്കിഷ്ടപ്പെട്ടു. ഇനിയെ കൂടിക്കാഴ്ചകൾ വേണമെന്നർത്ഥം ആവാലോ? വിനയൻ വെറുതെ ചിരിച്ചു. എന്നെ ഇഷ്ടമായോ എന്ന് ചോദിക്ക്, ലാവണ്യ ചിരിയോടെ ആവശ്യപ്പെട്ടു. ചോദിച്ചിരിക്കുന്നു, ഇഷ്ടമായി എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും ചിരി. വിനയൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമോ? എന്തിനാണ്? സോഡിയാക് സൈൻ നോക്കാൻ വേണ്ടിയാ. നമ്മൾ തമ്മിൽ എത്രത്തോളം പൊരുത്തമുണ്ടെന്ന് അറിയാലോ. അതിനല്ലേ ജാതകം നോക്കലും മറ്റും. അതൊക്കെ കാരണവന്മാർ ചെയ്യേണ്ടതല്ലേ. അവർ സംസാരിച്ച് നിൽക്കെ താഴെ നിന്ന് അംബികച്ചിറ്റിയും മല്ലികയും കൂടി മുകളിലേക്ക് കയറി വന്നു. അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ലഞ്ച് റെഡി, മല്ലിക പറഞ്ഞു. വിനയം വരൂ, ഇനി ഊണ് കഴിഞ്ഞ് സമയമുണ്ടല്ലോ വൈകുന്നേരം വരെ. വിനയനും ലാവണ്യയും അവരോടൊപ്പം താഴേക്ക് ഇറങ്ങിപ്പോയി. ഉറവയ്ക്കൽ വീടിൻ്റെ ഗേറ്റ് കടന്ന് കാർ പോർച്ചിലെത്തിയപ്പോൾ അംബികച്ചിറ്റ വിനയനോട് ചോദിച്ചു, ഇനി എത്ര കൂടിക്കാഴ്ച വേണ്ടിവരും നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെടാൻ? വിനയൻ മിണ്ടാതിരിക്കുകയാണ്. പ്രസന്നചന്ദ്രൻ്റെ മുഖത്തും തെളിച്ചമില്ല. ഒരാളെ മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും ഒരൊറ്റ കാഴ്ച പോരാ എന്ന് ലാവണ്യയോട് വിനയൻ പറഞ്ഞത് പ്രസന്നചന്ദ്രന് തീരെ ഇഷ്ടപ്പെട്ടില്ല. രാജഗോപാലും മല്ലികയും ശ്രീജിത്തുമെല്ലാം അത് തമാശയായി എടുത്തെങ്കിലും പ്രസന്നചന്ദ്രൻ്റെ അഭിപ്രായം വിനയൻ ഒരിക്കലും അങ്ങനെ പറയരുതെന്നായിരുന്നു. കാറിൽ വെച്ച് പ്രസന്നൻ
വിനയനോട് അതേപ്പറ്റി അല്പം മുഷിഞ്ഞ് സംസാരിച്ചു. വിനയൻ ആ പെൺകുട്ടിയെ നാണം കെടുത്തിയത്രേ. വിനിക്കുട്ട, നിന്നോടാ ചോദിച്ചത്. അമ്പിയ ചിറ്റ ഡോർ ഹാൻഡിലിൽ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഉത്തരം കിട്ടിയാലേ ചിറ്റ ഇറങ്ങുന്നുള്ളോ? കാറിൽ നിന്ന് ഇറങ്ങിയാൽ നീ നിന്റെ വഴിക്കങ്ങ് പോകും. പിന്നെ നിന്നെ കിട്ടണമെങ്കിൽ രാത്രിയാവൂലോ. ഞാൻ പറഞ്ഞത് സത്യാ ചിറ്റേ. എനിക്ക് അവിടെ ചെന്നിട്ട് ആ വീടും ആ പെണ്ണും അവിടുത്തെ ആഡംബരങ്ങളും വിരുന്നും എല്ലാം സ്വപ്നം പോലെയാ തോന്നിയത്. മേഘങ്ങളിൽ കൂടി ഒഴുകി നടക്കുന്ന ആളുകളെ പോലെ. നിനക്ക് പിന്നെ എന്താ വേണ്ടത്? അമ്പിക ചിറ്റ ചോദിച്ചു. നിലത്തുകൂടി നടക്കുന്ന ഒരു പെണ്ണിനെ. ഇവൻ എന്ത് വർത്തമാനമായി പറയുന്നേ? ആ കുട്ടി എന്താ നിലത്തൂടി അല്ലേ നടക്കുന്നത്? പ്രസന്നചന്ദ്രൻ്റെ ദേഷ്യം കയറി. ഞാൻ വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ ഒരു കൺഫ്യൂഷനില്ല. അത് മാറണം. നല്ല ആൾക്കാരാ വിനുക്കുട്ട, നല്ല ബന്ധമാ, തട്ടിക്കളയല്ലേ. അതുപോലൊന്നും നിനക്ക് വേറെ കിട്ടില്ല, അമ്പിക ചിറ്റ ഓർമ്മിപ്പിച്ചു. ഡോർ തുറന്ന് അവർ ഇറങ്ങി. വിനയചന്ദ്രൻ നേരെ മുറിയിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ബാലൻ അവൻ്റെ മുറിയിലേക്ക് ചെന്നു. കൊച്ചു സാറേ, അവൻ ആശ്ചര്യപ്പെട്ടു വിളിച്ചു. എന്തൊരു സുന്ദരിയാ പെൺകുട്ടി, സിനിമാ നടിയെപ്പോലെ ഇരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കൊച്ചു സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ടിട്ട് എനിക്ക് ഏതാണ്ട് പോലെ. അതൊരു മുതലല്ലേ കൊച്ചു സാറേ? എടാ, അത് പകുതി മേക്കപ്പാ. രാവിലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാവുന്ന മിനുക്കുപണികളെല്ലാം ചെയ്ത് 50,000-ഓ 1,00,000-ഓ വില വരുന്ന ഡ്രസ്സൊക്കെ പ്രത്യേകം ഓർഡർ ചെയ്ത് വാങ്ങി കെട്ടിയൊരുങ്ങി കയ്യിലും കാലിലും കഴുത്തിലും സ്വർണവും വാരി അണിഞ്ഞ് ഏറ്റവും വില പിടിച്ച സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി അങ്ങനെ ഒരു രാജകുമാരിയെ പോലെ. ആണോ? ബാലൻ അത്ഭുതം. എല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ പിടിച്ചു മുക്കി നല്ല താളിയും സോപ്പും ഒക്കെ തേച്ച് കുളിപ്പിച്ചെടുത്താലേ തനി രൂപ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. അന്നേരം കണ്ട നീ ചിലപ്പോൾ ഞെട്ടിപ്പോകും. എല്ലാം ഒറിജിനലാണെങ്കിലോ കൊച്ചു സാറേ? ഇനി സമയമുണ്ടല്ലോ. 2 മാസത്തിനകം കല്യാണം നടത്തിയിട്ട് ഗൾഫിലോട്ട് തിരിച്ചു പോകാൻ വന്നവനല്ലല്ലോ ഞാൻ. എനിക്കിപ്പോഴാ ഒരു സമാധാനമായത്. ബാലൻ മുറി വിട്ട് ഇറങ്ങിപ്പോയി. വിനയചന്ദ്രൻ അനുപ്രിയയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കി. ഒരു മിസ്ഡ് കോൾ. ടൗണിലേക്ക് പോകും വഴി വിനയചന്ദ്രൻ അനുപ്രിയ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഒരു മിന്നൽ സന്ദർശനം നടത്തണമെന്ന് നിശ്ചയിച്ച് ബാലനോട് പറഞ്ഞു. നമ്മുടെ ഓഫീസിന് മുന്നിൽ ഒന്ന് ബ്രേക്ക് ചെയ്തേക്കണം. ആ കുട്ടിയെ കാണാനാണോ കൊച്ചു സാറേ? എന്ന് നിന്നോട് ആര് പറഞ്ഞു? വെറുതെ എഴുതാപ്പുറം വായിക്കരുത് ബാല, പറഞ്ഞില്ലെന്ന് വേണ്ട. വിനയൻ കനത്ത താക്കീത് നൽകി. അല്ല, നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇവിടെ ഇറങ്ങുന്ന കാര്യം പറഞ്ഞില്ല. പുതുതായി തുടങ്ങാൻ പോകുന്ന കടയിലേക്കാണെന്നല്ലേ പറഞ്ഞത്? അതാ. അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ അവനവൻ്റെ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം. അവിടെ എന്ത് നടക്കുന്നുവെന്ന് അറിയണം. ഇതിനു മുമ്പൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതാ, ബാലൻ വാദിച്ചു. ഇപ്പോഴാണ് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയത്. ആ, ഇപ്പം മനസ്സിലായി. ബാലൻ ടൗണിൽ പാലത്തിന് സമീപമുള്ള ഓഫീസിന് മുന്നിൽ കാർ നിർത്തി. വിനയചന്ദ്രൻ കയറി ചെല്ലുമ്പോൾ ഒരു യുവാവ് അനുപ്രിയയുടെ മേശയ്ക്ക് മുന്നിലെ കസേരയിലിരുന്ന് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വിനയചന്ദ്രനെ കണ്ടതും അനുപ്രിയ എഴുന്നേറ്റ് നിന്ന് സാർ എന്ന് പറഞ്ഞു. അവളുടെ മുന്നിൽ കസേരയിൽ ഇരുന്നയാൾ തല തിരിച്ച് വിനയനെ ഒന്ന് നോക്കിയിട്ട് അവളോട് ഇരിക്കടി എന്ന് ആജ്ഞാപിച്ചു. വിനയൻ ഒന്നുകൂടി അവനെ നോക്കിയിട്ട് ജയരാജിൻ്റെ നേർക്ക് തിരിഞ്ഞു. ജയരാജ് വിനയന് ഇരിക്കാൻ കസേര നീക്കിയിട്ട് കൊടുത്തു. ഇരിക്കുന്നില്ല, ടൗണിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കയറിയതേയുള്ളൂ. എങ്ങനെ പോകുന്നു ഓഫീസൊക്കെ? കുഴപ്പമില്ല സാർ, ഈ റൂമിൽ സ്ഥലം കുറവാ. ഒരു ടേബിളും ചെയറും കമ്പ്യൂട്ടറും ഒക്കെ എക്സ്ട്രാ വന്നപ്പോൾ ശ്വാസം വിടാൻ ഇടമില്ലാത്ത പോലെയായി. ജയരാജ് പരാതിപ്പെട്ടു. അത്ര വലിയ ശ്വാസം വിടാൻ ഇയാളെന്താ ആനയാണോ? അല്ലല്ലോ, മനുഷ്യരെ വിടുന്ന അത്ര ശ്വാസം വിട്ടാൽ പോരെ? വിനയൻ ഗൗരവത്തിലാണത് പറഞ്ഞതെങ്കിലും അരവിന്ദാക്ഷൻ ചിരിച്ചു. അനുപ്രിയ വായ പൊത്തി ചിരി അടക്കി. വിനയൻ അത് കണ്ട് ദേഷ്യം വന്നു. ഞാനിവിടെ തമാശയൊന്നും പറഞ്ഞില്ല ചിരിക്കാൻ. അത് ജയരാജന് ആശ്വാസമായി. വിനയൻ ഇടയ്ക്കിടെ അനുപ്രിയയുടെയും അവളുടെ മുന്നിലിരിക്കുന്ന യുവാവിൻ്റെയും നേർക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു. യുവാവ് അതിപരിചയക്കാർ സംസാരിക്കുന്ന പോലെ അവളോട് പറയുന്നു. എടി, നിനക്ക് ഇപ്പോഴേ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതും ഇതുപോലൊരു തുക്കടാ ഓഫീസിൽ. നീ MBAക്ക് പോകാനിരുന്നതാ. നിനക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടായിരുന്നതാ. നീ അതിവിടെ കൊണ്ടുവന്ന് തുലയ്ക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട്. അച്ഛൻ പെട്ടെന്ന് പോയതോടെ എല്ലാം നഷ്ടപ്പെട്ട പോലെയായി. അതുകൊണ്ടാ. അനുപ്രിയ മറുപടി പറയുന്നു. 1 ഇയറൊക്കെ ഇങ്ങനെ നിന്നാൽ മതി. അപ്പോഴേക്കും കുറച്ച് എക്സ്പീരിയൻസും ധൈര്യമൊക്കെ കിട്ടും. പിന്നെ MBAക്ക് പൊയ്ക്കോ, ഞാനും എന്തെങ്കിലുമൊക്കെ സഹായിക്കാം. അവൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അനുപ്രിയ അസ്വസ്ഥത കാട്ടുന്നത് വിനയന് മനസ്സിലായി. ശരി ജയരാജ്, ഞാൻ പോകുന്നു. വിനയചന്ദ്രൻ പോകാനായി തിരിഞ്ഞു. ഇത്തവണ അവൻ അനുപ്രിയയുടെ നേർക്ക് നോക്കിയത് കൂടിയില്ല. അത് മനഃപൂർവ്വമായിരുന്നു. അവൻ ചെന്ന് പജീറോയിൽ കയറി. പുതിയ ഹാർഡ്വെയർ കം സാനിറ്ററി വെയർ ഷോപ്പിൻ്റെ മോടി പിടിപ്പിക്കൽ ജോലികളും
ഇൻറ്റീരിയർ ഡെക്കറേഷനും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൗണിലെ വലിയ 2 നില കെട്ടിടത്തിൽ. വിനയചന്ദ്രൻ ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവിടെ എത്തി സത്യശീലനെ ആ പണം ഏൽപ്പിച്ചു. ആ കെട്ടിടത്തിനുള്ളിൽ നടക്കുന്ന ജോലികൾ നോക്കിക്കൊണ്ട് അല്പനേരം നിന്നു. തിരികെ പോരുമ്പോൾ ബാലൻ ചോദിച്ചു, കൊച്ചു സാറിന് എന്തു പറ്റി? മുഖത്തൊരു ഇഷ്ടക്കേടുണ്ടല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണോ നിന്നെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. തിരിച്ചു പോരുമ്പോഴും പാലത്തിന് സമീപം എത്തിയപ്പോൾ വിനയചന്ദ്രൻ ബാലനോട് ഓഫീസിന്റെ മുന്നിലേക്ക് വണ്ടി തിരിക്കാൻ നിർദ്ദേശിച്ചു. പജീറോയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കണ്ടു അനുപ്രിയയുടെ മുമ്പിലിരുന്ന് വലിയ സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന യുവാവ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ബാലൻ വിനയചന്ദ്രന്റെ മുഖത്തേക്ക് അർത്ഥവത്താക്കി നോക്കി. ഇവൻ ഏതാ കൊച്ചു സാറേ? എനിക്കറിയില്ല. അങ്ങോട്ട് ചെന്ന് അവൻ്റെ കോളറിന് പിടിച്ച് പൊക്കി മോന്തയ്ക്ക് ഒരു തേപ്പും കൊടുത്ത് വീട്ടിൽ പോടാന്ന് പറഞ്ഞു വിട്ടാലോ? നീ അങ്ങനെ ചെയ്യുമോ? കൊച്ചു സാറ് പറഞ്ഞാൽ മതി, ചെയ്യാം. നീ ഇവിടെ ഇരുന്നാൽ മതി. ബാലനെ കാറിൽ ഇരുത്തിയിട്ട് വിനയചന്ദ്രൻ ഓഫീസിലേക്ക് കയറി ചെന്നു. ഇപ്പോഴും അനുപ്രിയ ബഹുമാനത്തോടെ എഴുന്നേറ്റു. അപ്പോഴും യുവാവ് തലതിരിച്ച് വിനയനെ ഒന്ന് നോക്കിയിട്ട് അനുപ്രിയോട് പറഞ്ഞു, ഇരിയടി, നീ എപ്പോഴും ഇങ്ങനെ എണീറ്റ് നിൽക്കണമെന്നില്ല. ഇതൊക്കെ അതിവിനയമാ. അനുപ്രിയ എന്തോ മറുപടി പറയണമെന്നറിയാതെ വല്ലാത്തൊരു വീർപ്പുമുട്ടലിൽ നിന്നു. വിവരമറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, നമ്മുടെ ഗ്രൂപ്പില്ലേ, ഞാൻ, സൂര്യകുമാർ, മാത്യൂസ്, ബെന്ന്, അനന്തപത്മനാഭൻ, ജിംസൺ ജേക്കബ്, ആതിരക്കുട്ടി, മിഷ, ഞങ്ങളൊരു ഫണ്ട് കളക്ഷൻ ചെയ്താലോ എന്ന് ആലോചിച്ചതാ. എന്തിനാ? നിനക്ക് വേണ്ടി. പിന്നെ എന്തുകൊണ്ടോ അത് നടന്നില്ല. ഓർഗനൈസ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഇയാൾ ആരാടോ? വിനയചന്ദ്രൻ പരുഷ സ്വരത്തിൽ ചോദിച്ചു. യുവാവ് അപ്പോൾ കസേര മാറ്റാതെ അതിൽ തന്നെ ഇരുന്ന് വിനയൻ അഭിമുഖമായി തിരിഞ്ഞു. അല്ല, അത് ചോദിക്കാൻ ഇയാൾ ആരാ? യുവാവ് തിരിച്ചു ചോദിച്ചു. ഞാൻ ഈ തുക്കട ഓഫീസിൻ്റെ ഉടമകളിൽ ഒരാളായിട്ട് വരും. താനോ? ഞാൻ ഇവിടെ വന്ന ഒരു കസ്റ്റമറാ. കസ്റ്റമർ കുറേ നേരമായാലും ആ പെണ്ണിൻ്റെ മുമ്പിലിരുന്ന് ഗീർവാണം തുടങ്ങിയിട്ട്. ഞാൻ ടൗണിലോട്ട് പോകുമ്പോൾ താൻ ഇവിടെ ഇരിപ്പുണ്ട്. തിരിച്ചു വന്നപ്പോഴും എണീറ്റിട്ടില്ല. കസ്റ്റമർക്ക് ഇവിടെ വന്ന് കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതിലെന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഒരു കസ്റ്റമർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ഓഫീസ്. ഇവിടെ പല കസ്റ്റമേഴ്സ് വരും. താനിരിക്കുന്ന പോലെ അവരെല്ലാം ഇരുന്നാൽ ഓഫീസ് എങ്ങനെ നടത്തും? എൻ്റെ സ്റ്റാഫ് എങ്ങനെ ജോലി ചെയ്യും? ഇയാളുടെ സ്റ്റാഫിൻ്റെ ജോലിയൊന്നും ഞാൻ തടസ്സപ്പെടുത്തിയില്ല. എങ്കിൽ പിന്നെ തനിക്ക് ആ കസേരയിലേക്ക് ഇരുന്ന് അയാളോട് സംസാരിച്ചുകൂടെ? അവളല്ല, ഈ ഇരിക്കുന്ന ജയരാജനാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. ഈ തർക്കം കേട്ടുനിന്ന അനുപ്രിയ ഇപ്പോൾ പൊട്ടിക്കരയുമെന്ന മട്ടായി. ഞാൻ ഇത്രയും സമയം ഇവിടെ ഇരുന്നിട്ടും ഇവിടെ വേറൊരു കസ്റ്റമറും വന്നില്ല. അതുകൊണ്ട് ആ ലേഡിയുടെ അടുത്ത് സൊള്ളിക്കൊണ്ട് ഇയാൾ രാത്രി വരെ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചോ? ഇയാൾ ആരാടേ? ഇയാൾക്ക് എന്തിൻ്റെ കേടാ? ഞാൻ ഇവളുടെ അടുത്ത് സംസാരിച്ച ഇയാൾക്ക് എന്താ നഷ്ടം? നീരജേട്ടാ, പ്ലീസ് പ്ലീസ്. അനുപ്രിയയുടെ മിഴികളിൽ നിന്നും കണ്ണീർ കണങ്ങൾ പൊഴിഞ്ഞു. നീരജ് എന്ന് അവൾ പേര് വിളിച്ച യുവാവ് അവളുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, ഇവൻ്റെ സൂക്കേട് ജലസിയാ. പോയി പണി നോക്കാൻ പറയടി. അനുപ്രിയ അവൻ്റെ നേർക്ക് കൈകൂപ്പി യാചിക്കുന്ന പോലെ നോക്കി. അവൾ ജയരാജൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇനി എൻ്റെ പട്ടി വെയിറ്റ് ചെയ്യൂ ഇവിടെ. ക്യാഷും ചെക്കും വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നാൽ മതി. പോണു. അവൻ ഓഫീസിന് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് വിനയചന്ദ്രനെ നോക്കി. ഞാൻ ഇനിയും ഇവിടെ വന്നെന്നിരിക്കും, അവളോട് സംസാരിച്ചെന്നിരിക്കും. ഇയാൾ എന്നെ എന്ത് ചെയ്യും? സ്റ്റുപ്പിഡ്. അവൻ ഓഫീസിന് മുന്നിൽ സൈഡ് സ്റ്റാൻഡിൽ വെച്ചിരുന്ന ബൈക്കിൽ കയറി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. ആകെ അപമാനിതനായതുപോലെ നിൽക്കുകയായിരുന്നു വിനയചന്ദ്രൻ. അവൻ ജയരാജനോട് ചോദിച്ചു, അവനുമായിട്ട് എന്താ ഇടപാട്? അവൻ്റെ അച്ഛനൊരു കോൺട്രാക്ടറാ, നമ്മുടെ ക്ലയൻറ്റാ. നമ്മുടെ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നേ. ബ്രിക്സും എംസാൻഡും ചിപ്സും മെറ്റലും പണലും എല്ലാം. ചെക്കുമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷ് മതിയെന്ന്. ബാങ്കിൽ പോയി ക്യാഷ് മാറിയിട്ട് വരാൻ ഒരാളെ വിട്ടിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അവനോട് പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ 2 മണിക്കൂർ ഇവിടെ പിടിച്ചിരുത്തുന്നേ? ഞാൻ അവനോട് പറഞ്ഞതാ പൊയ്ക്കോളാൻ. ഇന്ന് മാസാന്ത്യം ആയതുകൊണ്ട് ബാങ്കിൽ തിരക്ക് കൂടുതലാണ്, ക്യാഷ് കളക്ഷനാകാൻ താമസിക്കും എന്നൊക്കെ. അവനത് കേട്ടില്ല. വിനയചന്ദ്രൻ അമർഷത്തോടെ അനുപ്രിയയെ നോക്കി. നിന്റെ അടുത്തല്ലേ അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്? നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ജോലി തീരാനുണ്ടെന്ന്? വിനയന്റെ ദേഷ്യം കണ്ടിട്ട് അനുപ്രിയയ്ക്ക് ഭയമായി. അങ്ങനെ പെൺകുട്ടിയുടെ മുന്നിൽ വന്നിരുന്ന് സൊറ പറയാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർ ഒരുപാടുണ്ടാകും. അതിനിരുന്ന് കൊടുക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. അവനുമായിട്ട് എന്താ കണക്ഷൻ? +2 ഞങ്ങളൊന്നിച്ച്, അത്രയേ ഉള്ളോ? അതിൻ്റെ സ്വാതന്ത്ര്യം അല്ലല്ലോ അവൻ നിന്റെ അടുത്ത് കാണിച്ചത്. ഇതിവിടെ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇങ്ങോട്ട് പോരണ്ട. ജോലി തന്നത് ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചാ. സഹായിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അക്കൂടെ പൊയ്ക്കോ, ഇവിടെ വേണ്ട.
വിനയചന്ദ്രൻ അത്രയും പറഞ്ഞിട്ട് ക്ഷുഭിതനായി ഇറങ്ങിപ്പോയി. വജീറോയിൽ ചെന്ന് കയറിയിട്ട് അവൻ ബാലനോട് പറഞ്ഞു, ഇനി വീട്ടിലോട്ട് പോട്ടെ, അല്ല കമ്പനി പോകണ്ടേ? എൻ്റെ മൂടെല്ലാം പോയി. കൊച്ചു സാർ അവനെ 4 ചീത്ത പറഞ്ഞോ? അവൻ എൻ്റെ അടുത്ത് തട്ടിക്കേറുന്നു, റാസ്കൽ. അവൻ ഏതാ? അവളുടെ കൂടെ +2 പഠിച്ചിട്ടുണ്ടത്രേ. +2 പഠിച്ചെന്ന് വെച്ചാൽ ഇത്രയ്ക്കിരുന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? അതായി എനിക്കും മനസ്സിലാകാത്തത്. വേറെ പരിചയം കാണുമായിരിക്കും, നമുക്കെന്തറിയാം, അല്ലേ കൊച്ചു സാറേ? +2 പഠിച്ചവൻ എന്തിനാ ഇപ്പം തിരക്കി പിടിച്ച് വന്നേ? അവൻ്റെ അച്ഛൻ നമ്മുടെ കസ്റ്റമറാണത്രേ. ആയിക്കോട്ടെ, ആ പെണ്ണിവിടെ ഇല്ലെങ്കിൽ അവൻ അത്രയും നേരം അവിടെ ഇരിക്കുമായിരുന്നോ? ഇന്നത്തെ ദിവസം ആകെ ബോറായി. ശരി, നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം. നല്ലൊരു ഇംഗ്ലീഷ് സിനിമയും കണ്ട് അവിടെ ഇരിക്കാലോ. ബാലൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് വിനയചന്ദ്രൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ വലിയേട്ടനോട് പറഞ്ഞതാ, സ്റ്റേറ്റ്സിലോ ലണ്ടനിലോ ന്യൂസിലാൻഡിലോ എവിടെയെങ്കിലും ജോലിക്ക് പോയിക്കോളാന്ന്. ഇവിടെ ഞാൻ ശരിയാവത്തില്ലടാ ബാല. ചേടാ, മറ്റുള്ളവരുടെ കുഴപ്പത്തിന് കൊച്ചു സാർ എന്ത് പിഴച്ചു? അവരവരുടെ പാട് നോക്കട്ടെ, നമ്മൾ എന്തിനു ബേജാറാകുന്നു? അവളെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലടാ വിചാരിച്ചേ. നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേ ഓരോന്നിൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കാൻ പറ്റൂ. എല്ലാം കണക്കാ. വിനയചന്ദ്രൻ്റെ സ്വരത്തിലെ നിരാശ ബാലന് മനസ്സിലായി. കൊച്ചു സാറേ, നമുക്ക് ആ മറ്റേ കോൺട്രാക്ടറുടെ മോളുണ്ടല്ലോ, അത് മതി. അതാ പെണ്ണ്. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എന്നെ വെറുതെ വിട്ടാൽ മതി. വീട്ടിലെത്തിയപ്പോൾ അംബികച്ചിറ്റ ചോദിച്ചു, നീ ഇന്ന് കമ്പനി പോയില്ലേ വിനുക്കുട്ട? കമ്പനി കയറിയില്ല. നമ്മുടെ പുതിയ ഷോപ്പ് പണിയുന്നിടത്തും പിന്നെ ബാങ്കിലും പോയി. പിന്നെ എന്താ ഇങ്ങ് പോകുന്നത്? എനിക്കെന്തോ ഒരു സുഖമില്ലാത്ത പോലെ. ഒന്ന് ഉറങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വെച്ചു. വലിയേട്ടനോടൊന്ന് വിളിച്ച് പറഞ്ഞേക്കണേ ഞാനിവിടെ ഉണ്ടെന്ന്. വിനയചന്ദ്രൻ അവൻ്റെ മുറിയിലേക്ക് പോയി. കട്ടിലിൽ കമിഴ്ന്നടിച്ച് കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. അത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ലാവണ്യയായിരുന്നു. ഹായ് ലാവണ്യ, ഹൗ ആർ യു? ഫൈൻ മാൻ, താങ്ക് യു. വാട്ട് ആർ ദ ന്യൂ സർപ്രൈസ്? നത്തിങ്. എവിടെ, എന്ത് ചെയ്യുന്നു? വീട്ടിൽ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നു. എന്തു പറ്റി? ആരുടെയോ കെയറിങ് കിട്ടാത്തതിൻ്റെ ലക്ഷണമാണല്ലോ അത്. ലക്ഷണശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ ലാവണ്യ? സൈക്കോളജിയാണ് എൻ്റെ മാസ്റ്റർ ഡിഗ്രി. അപ്പോൾ മനസ്സിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, എല്ലാം തോണ്ടി പുറത്തിടും. ഒളിച്ചു വെക്കുന്ന സ്വഭാവമുണ്ടോ? ഒളിക്കാനും ഒരു സ്ഥലമില്ലെങ്കിൽ പിന്നെ എന്തൊരു ജീവിതമാ. പക്ഷെ നമുക്ക് തമ്മിൽ ഒന്നും ഒളിക്കാനുണ്ടാകരുത്, അതാണ് എനിക്കിഷ്ടം. പിന്നെ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ? ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നില്ല. ഭയങ്കര ഡിമാൻഡിങ് ആണെന്ന് തോന്നുന്നു. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കേണ്ടി വരും. എനിക്ക് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നവരായി സഹകരിക്കാൻ ഒരു വിമുഖതയുണ്ട്. സ്നേഹം കൊണ്ടും അയച്ചു കളയാൻ പറ്റാത്ത അതൃപ്തി, അനിഷ്ടം ഉണ്ടോ വിനയ്? ഇവൾ തൻ്റെ പേരും പരിഷ്കരിച്ചല്ലോ എന്ന് വിനയൻ ഓർത്തു. നമ്മൾ ഇനി എന്നാണ് കാണുക? ലാവണ്യയുടെ ചോദ്യം വന്നു. സമയമുണ്ടല്ലോ, വന്നുപോയിട്ടൊരു കോൾ പോലും വിളിച്ചില്ല. സിൻസ് ദെൻ ഐ ആം എക്സ്പെക്റ്റിംഗ് യുവർ കോൾ എവറി ഡേ, എവറി ടൈം. നമ്പർ തന്നിരുന്നല്ലോ ഞാൻ. വിളിച്ചിട്ട് എന്തു പറയാനാണെന്ന് വിചാരിച്ചു. എന്തെങ്കിലും സ്വീറ്റ് നത്തിങ്സ്. വിനുക്കുട്ട, വിളികേട്ട് അവൻ മുഖം തിരിച്ചു നോക്കി. അംബികച്ചിറ്റ, ഗസ്റ്റ് വന്നിരിക്കുന്നു, വെച്ചോട്ടെ. സോറി. അവൻ കോൾ കട്ട് ചെയ്തു. ഇതാ, ഈ ജ്യൂസ് കുടിച്ചോ. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാ, ക്യാരറ്റും ഓറഞ്ചും പൈനാപ്പിളും. ക്ഷീണം പമ്പ കിടക്കും. വിനയൻ എഴുന്നേറ്റിരുന്നു. ജ്യൂസ് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ചിറ്റേ താങ്ക്സ്. അവർ അവൻ്റെ നേർക്ക് പുഞ്ചിരിച്ചിട്ട് പോയി. അവൻ ചിറ്റയെക്കുറിച്ച് ആലോചിച്ചു. തൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അംബികച്ചിറ്റ തരുന്നത്ര സ്നേഹം തരുമായിരുന്നോ? ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സും ശരീരവും ഒന്ന് കുളിർന്ന പോലെ തോന്നി. ശാന്തതയോടെ കിടന്നു. ഒന്ന് ഉറങ്ങി തെളിഞ്ഞപ്പോൾ പുതിയൊരു ദിവസം പോലെ. വെറുതെ കിടന്ന് ഓരോന്ന് ആലോചിച്ചു. ഒരാത്മപരിശോധന. ഓഫീസിൽ തൻ്റെ വാക്കുകളും പെരുമാറ്റവും അല്പം അതിര് കടന്നു പോയില്ലേ? അത്രമേൽ ക്ഷുഭിതനാകേണ്ടിയിരുന്നോ? ഒരു യുവാവ് അനുപ്രിയയുമായി അവിടെ ഇരുന്ന് ദീർഘനേരം സംസാരിച്ചു എന്നത് ശരിയാണ്. പക്ഷെ താൻ ഒരു തൊഴിലുടമ എന്ന നിലയിൽ അത് ഇഷ്ടപ്പെടാത്ത മട്ടിലൊന്ന് നോക്കുകയോ ഒരു വാണിംഗ് കൊടുക്കുകയോ അതുമല്ലെങ്കിൽ ജയരാജനോട് ഇതൊന്നും ഇവിടെ ആവർത്തിക്കാതെ നോക്കണം എന്നൊരു നിർദ്ദേശം നൽകുകയോ ചെയ്താൽ മതിയായിരുന്നില്ലേ? സമചിത്തനായ ഒരാൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? വിനയ, നിനക്ക് പക്വതയും പാകതയും ഇനിയും വരാനുണ്ട്. ഇന്ന് നീ കുറച്ച് കൂടിപ്പോയി. അവൻ തന്നെത്താൻ ശാസിച്ചു. അനുപ്രിയയ്ക്കൊരു ഷോക്കായിട്ടുണ്ടാവും. ഒരുപക്ഷെ അവൾ നിരപരാധിയായിരിക്കും. +2 പഠിച്ച 2 പേർ തമ്മിൽ അവിചാരിതമായി കാണുമ്പോൾ വലിയ സന്തോഷം. വിശേഷങ്ങൾ കൈമാറുന്നു, കൂട്ടുകാരെക്കുറിച്ച് പറയുന്നു. അതെല്ലാം സ്വാഭാവികം. താനും അങ്ങനെയായിരുന്നില്ലേ?
+2 കാലയളവിലെ സൗഹൃദങ്ങൾ പ്രേമം പോലും നിഷ്കളങ്കമാണ്. തനിക്കും എത്രയോ പെൺസൗഹൃദങ്ങളുണ്ടായിരുന്നു. എവിടെങ്കിലും വെച്ച് കണ്ടാൽ കൂടെ അവളുടെ ഭർത്താവുണ്ടോ എന്നുപോലും ആലോചിക്കാതെ എടീ നിൻ്റെ ഒരു തടി എന്നൊക്കെ പറഞ്ഞ് 2 കൈയും കൂട്ടിപ്പിടിച്ച് ആഹ്ലാദിച്ച സന്ദർഭങ്ങളുണ്ട്. വേണ്ടായിരുന്നു. വിനയന് മനസ്താപമായി. ഇനി ഇത്തരം വിഷയങ്ങളിൽ തികഞ്ഞ സമചിത്തതയോടെ പെരുമാറണമെന്ന് അവൻ ഉറച്ചു. ഉച്ചതിരിഞ്ഞ് പ്രസന്നചന്ദ്രൻ വിനയനെയും കൂട്ടി ഹൈറേഞ്ചിലുള്ള ക്രഷർ ഇൻഡസ്ട്രീസിലേക്ക് പോയി. ബാലന് പകരം സത്യശീലനായിരുന്നു ഡ്രൈവർ. വാഗമൺ വഴി 2 മണിക്കൂർ യാത്ര. തിരിച്ച് ഒറവയ്ക്കൽ എത്തിയപ്പോൾ രാത്രി 8 മണിയായി. മുറിയിലെത്തിയ പാടെ വിനയൻ അനുപ്രിയയുടെ ഫോണിലേക്ക് വിളിച്ചു. അതുവരെ അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അസ്വസ്ഥത വർണ്ണനാതീതമായിരുന്നു. അനുപ്രിയയെ വിളിക്കാൻ തീരുമാനിച്ച ഫോൺ കയ്യിലെടുത്തതും ഹൃദയത്തിലേക്ക് ഒരരുവി പോലെ സന്തോഷവും ശാന്തതയും ഒഴുകിയെത്തി. എല്ലാ അസ്വസ്ഥതകളും അസ്തമിച്ചു. പക്ഷേ ആ സ്വസ്ഥത്തിന് നിമിഷങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ഫോണിൽ നിന്നുണ്ടായ പ്രതികരണം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നായിരുന്നു. ഒരു തവണ കൂടി വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് തന്നെ. വീണ്ടും അസ്വസ്ഥത പെരുകി. എന്തുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ബാറ്ററി ചാർജ് തീർന്നു പോയതാണോ? സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ മറന്നതാണോ? കുളിയും രാത്രി ഭക്ഷണവും കഴിഞ്ഞു വന്ന് 9:30 മണിക്ക് വിനയൻ വീണ്ടും വിളിച്ചു നോക്കി. അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ. അവൻ നഖം കടിച്ച് ചിന്താധീനനായി ഫോൺ വലതുകൈയിൽ പിടിച്ച് ദീർഘനേരം ഇരുന്നു. 10:30 മണിക്ക് ഒരു ശ്രമം കൂടി നടത്തി. ഇല്ല, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. വിനയചന്ദ്രൻ്റെ ദേഷ്യവും സങ്കടവും കുറ്റബോധവും എല്ലാം കൂടി കുഴഞ്ഞു. പിറ്റേന്ന് രാവിലെ ഉണർന്ന ഉടനെ ആദ്യം മനസ്സിലേക്ക് വന്ന ചിന്ത അനുപ്രിയ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ എന്നായിരുന്നു. രാവിലെ തന്നെ ഡയൽ ചെയ്ത് നോക്കി. സ്വിച്ച് ഓഫ്. 8 മണിക്കും 9:30 മണിക്കും ഓരോ ശ്രമം കൂടി നടത്തി. 10 മണിക്ക് നാഗശ്ശേരി ഓഫീസിൽ എത്തിയ ശേഷം ഒന്നുകൂടി വിളിച്ചു. വിനയചന്ദ്രന് വേവലാതിയായി. അവൻ ജയരാജനെ ഫോണിൽ വിളിച്ച് അനുപ്രിയ ഓഫീസിൽ എത്തിയിട്ടുണ്ടോ എന്ന് തിരക്കി. ഇല്ല, എത്തിയിട്ടില്ല എന്നായിരുന്നു മറുപടി. പിന്നീട് വിനയചന്ദ്രന് ഒരിടത്ത് ഇരിപ്പുറപ്പിച്ചില്ല. അവൻ ഓഫീസിന് വെളിയിൽ വന്ന് കാർ എടുത്തതും ബാലൻ എവിടുന്നോ ഓടി വന്നു. കൊച്ചു സാറേ, ഞാൻ വരണ്ടേ? അതിന് മറുപടി ഉണ്ടായില്ല. ബാലനെ അവൻ കണ്ടതുപോലുമില്ല. അനുപ്രിയയുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ പാടശേഖരത്തിന് നടുവിലെ വീതി കുറഞ്ഞ ടാർ റോഡിൽ വെച്ച് അല്പം ദൂരെ നിന്ന് തന്നെ അവൻ കണ്ടു. അനുപ്രിയ നടന്നു വരുന്നു. തനിച്ചേയുള്ളൂ. വിനയൻ അവളുടെ അടുത്ത് കൊണ്ടുപോയി കാർ നിർത്തി ഇറങ്ങി. വിനയചന്ദ്രനെ കണ്ട് അവൾ സ്തബ്ധയായി. എങ്ങോട്ടാണ് നീ? കമ്പനിയിലേക്ക്. അവളുടെ സ്വരമിടറി. എന്തിന്? അവൻ്റെ ശബ്ദം അവൻ അറിയാതെ തന്നെ പരുഷമായി. അവൾ കയ്യിൽ പിടിച്ചിരുന്ന മൊബൈൽ ഫോൺ അവൻ്റെ നേർക്ക് നീട്ടി. വിനയന് നെഞ്ചിലൂടെ ഒരു സൂചിമുന പാഞ്ഞതുപോലെ അനുഭവപ്പെട്ടു. അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ സൂക്ഷിച്ചു നോക്കി. കരഞ്ഞു തിണർത്ത കവിൾത്തടങ്ങൾ, ഉറങ്ങാത്ത മിഴികൾ, പിന്നെയും എന്തെല്ലാമോ. കരച്ചിൽ, ക്ഷമായാചനം, അപേക്ഷ, വിടവാങ്ങൽ എല്ലാം അവന് മനസ്സിലായി. കാറിലോട്ട് കയറ്, അവൻ പറഞ്ഞു. അവൾ ചോദ്യഭാവത്തിൽ നിന്നു. വിനയചന്ദ്രൻ ഇടതുവശത്തെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. അവൾ കാറിൻ്റെ മുന്നിലൂടെ വന്ന് വാതിലിനരികെ സംശയിച്ചു നിന്നു. ഇനി ഞാൻ കൈപിടിച്ച് കയറ്റണോ? അനുപ്രിയ കാറിലേക്ക് കയറി. ഡോർ അടച്ചേക്ക്. കാർ ഓടിത്തുടങ്ങി. പാടശേഖരത്തിൻ്റെ നടുവിലെ ജംഗ്ഷനിൽ വെച്ച് കാർ വലത്തോട്ട് തിരിഞ്ഞു. ഏതൊക്കെയോ ഇടവഴികളിലൂടെ കാർ ഓടിക്കൊണ്ടിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് അനുപ്രിയയ്ക്ക് മനസ്സിലായില്ല. ഏതു ദിക്കിലേക്കാണ് താൻ കാർ ഓടിക്കുന്നതെന്ന് വിനയചന്ദ്രനും അറിയില്ലായിരുന്നു. അത് ഇടറോഡുകളും കവലകളും പ്രധാന പാതകളും താണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ വിനയചന്ദ്രൻ കാർ നിർത്തി. ചുറ്റോടു ചുറ്റും പച്ച വിരിച്ച പാടശേഖരങ്ങൾ കണ്ണെത്താ ദൂരത്തോളം. ഇടയ്ക്കിടെ വീടുകളുടെ ചെറുതുരുത്തുകൾ, വിജനമായ റോഡ്. വിനയചന്ദ്രൻ മുഖം തിരിച്ച് അനുപ്രിയയെ നോക്കി. അവളുടെ മടിയിലിരുന്ന് വിരലുകൾ വിറയ്ക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, വിനയൻ വിളിച്ചു. അവൾ മുഖം തിരിക്കുന്നില്ല, നോക്കുന്നില്ല. ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. വിനയചന്ദ്രൻ കൈ നീട്ടി അവളുടെ കൈത്തണ്ടിൽ പിടിച്ചു. അതോടെ കൈയിൻ്റെ വിറയൽ കൂടി. അനു, അവൻ വിളിച്ചപ്പോൾ അവൾ മുഖം തിരിച്ചു. അവൾ ഇപ്പോൾ കരഞ്ഞേക്കുമെന്ന് തോന്നിയതിനാൽ അവൻ സ്വരം കടുപ്പിച്ചാണ് സംസാരിച്ചത്. ഞാനൊന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ നീ ജോലി ഉപേക്ഷിച്ച് പോകുമോ? ജോലി ഫോണും എല്ലാം നീ അങ്ങ് വേണ്ടെന്ന് വെച്ചു അല്ലേ? ഇന്നലെ മുതൽ വിളിക്കുക നിന്നെ ഞാൻ. എത്ര തവണ? സ്വിച്ച് ഓഫ്. ഇന്ന് രാവിലെയും കുറേ വിളിച്ചു. മറ്റുള്ളവർക്കും വിഷമമുണ്ടെന്ന് മനസ്സിലാക്കണം. പെട്ടെന്ന് വാവിട്ടൊരു പൊട്ടിക്കരച്ചിലായിരുന്നു അവൾ. ഡാഷ്ബോർഡിലേക്ക് തലമുട്ടിച്ച് കുനിഞ്ഞിരുന്ന് ഏങ്ങലടിച്ച് അവൾ കരയുന്നത് നോക്കി വിനയൻ ഇതികർത്തവ്യതാമൂഢനായിരുന്നു. അല്പം കഴിഞ്ഞ് അവൻ അല്പം ബലം പ്രയോഗിച്ച് അവളുടെ തോളത്ത് പിടിച്ച് തിരിച്ചു. കരയണ്ട, ഞാൻ വഴക്കു പറഞ്ഞതല്ല. എന്നോടിനി ജോലിക്ക് വരേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊച്ചുകുട്ടിയെപ്പോലെ നിലവിളിച്ചു.
വിനയചന്ദ്രൻ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് തുവാലയെടുത്ത് വിടർത്തി അനുപ്രിയയുടെ നേർക്ക് നീട്ടി. അവളുടെ കണ്ണും കവിളും കണ്ണീര് വീണ് നനഞ്ഞിരുന്നു. അനുപ്രിയ 2 കൈവെള്ളയിലും അത് വിടർത്തി പിടിച്ച് അതിലേക്ക് മുഖം അമർത്തി. ഒരു സുഗന്ധം വന്ന് തൻ്റെ മുഖം പൊതിയുന്നത് പോലെ അവൾക്ക് തോന്നി. അല്പനേരം അതിലേക്ക് മുഖം അർപ്പിച്ച് മുന്നോട്ട് കുനിഞ്ഞിരുന്ന ശേഷം അവൾ നിവർന്നു. ഒന്നുകൂടി കണ്ണും മുഖവും തുടച്ചു. അനുപ്രിയ തെല്ല് സങ്കോചത്തോടെ വിനയൻ്റെ നേർക്ക് പാളി നോക്കി. അവൻ അനങ്ങാതെ റോഡിലേക്ക് നോക്കി ഇരിക്കുകയാണ്. അവൻ്റെ ഇടതു തോളിന് താഴെ ഷർട്ടിൻ്റെ കൈമടക്കിൻ്റെ ഭാഗത്തെ കൈത്തണ്ടയും നനഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. തൻ്റെ മുഖം അവിടെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ താൻ വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. അവിടം നനഞ്ഞ് നാശമായി. അനുപ്രിയ വല്ലായ്മയോടെ ആ തുവാല കൊണ്ട് അവിടം തുടയ്ക്കാൻ ഭാവിച്ചു. പക്ഷെ അത്രയും സ്വാതന്ത്ര്യം എടുക്കാനാവാത്തത് കൊണ്ട് മടിച്ചു പിൻവലിയുകയും ചെയ്തു. വിനയൻ തൻ്റെ കൈത്തണ്ട അവളുടെ നേർക്ക് അല്പം ചായച്ചു കൊടുത്തു. ഏതായാലും തുടയ്ക്കാൻ ആലോചിച്ചതല്ലേ, തുടച്ചു. അനുപ്രിയ അവൻ്റെ തോളിന് താഴെ ഷർട്ടിലും കൈത്തണ്ടയിലും നനഞ്ഞിറ്റിയ തൻ്റെ തന്നെ കണ്ണുനീർ തുവാല കൊണ്ട് ഒപ്പിയെടുത്തു. ഇത്ര വലിയ ഉറവ എവിടെ ഇരിക്കുന്നു? കണ്ണീന്ന് തന്നെ വന്നതാണോ? വിനയൻ ചോദിച്ചു. അനുപ്രിയ മുഖം താഴ്ത്തി. പുറത്തു മഴ പെയ്തതുകൊണ്ടും കാറിൻ്റെ ചില്ലിൽ നീരാവി പിടിച്ചതുകൊണ്ടും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ റോഡേ പോണ സാദാചാര പോലീസുകാർ എന്നെ കാറിന് വെളിയിൽ വലിച്ചിറക്കി ഇടിച്ച് സൂപ്പാക്കിയേനെ. ഞാൻ കാറിൽ വെച്ചൊരു പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ്. എന്തായിരുന്നു നിലവിളി? എന്തെന്നില്ലാത്ത ഒരു നാണക്കേട് തന്നെ വന്ന് മൂടിയതുപോലെ അവൾക്ക് തോന്നി. സംഗതി സത്യം തന്നെയാണ്. സ്ഥലകാലബോധമില്ലാതെയുള്ള പെരുമാറ്റമായിരുന്നു തൻ്റേത്. എന്തിനാണ് അത്രയ്ക്ക് ചങ്കുപൊട്ടി കരഞ്ഞത്? അതിന് തക്കവിധ എന്തുണ്ടായി? അവൾ ക്ഷമാപണ ഭാവത്തിൽ അവനെ നോക്കി. പിന്നെ തുവാല അവന് തിരിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന് സംശയിച്ച് തുവാലയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോട്ടം അയച്ചു. അതിങ്ങ് തന്നേക്ക്. വിനയൻ കൈ നീട്ടി. ഇത് കഴുകിയിട്ട് തരാം. അനുപ്രിയ കൈ പിൻവലിച്ചു. പുറത്ത് ചാറ്റൽ മഴയുണ്ടായിരുന്നു. കാറിൻ്റെ ചില്ലിൽ നീരാവി പടർന്നതിനാൽ പുറത്തെ കാഴ്ചകളൊന്നും ദൃശ്യമായിരുന്നില്ല. വിനയചന്ദ്രൻ കാറിൻ്റെ ഡോർ പാഡ്രാഡിൽ നിന്നും ചെറിയ ടൗവലെടുത്ത് കാറിൻ്റെ ചില്ലിലെ നീരാവി തുടച്ചു. അതിനുശേഷം അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. മഞ്ഞ് പൊടിയുന്നത് പോലെയേ ഉള്ളൂ മഴ. കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരാൻ അവൻ അനുപ്രിയയുടെ നേർക്ക് ആംഗ്യം കാട്ടി. അനുപ്രിയയ്ക്ക് അതിൻ്റെ ഡോർ തുറക്കാൻ അറിയുമായിരുന്നില്ല. വിനയചന്ദ്രൻ ഒരു വശത്തേക്ക് ചെന്ന് ഡോർ തുറന്നു കൊടുത്തു. വാ, അവൻ വിളിച്ചു. മുന്നിലെ കാഴ്ച മനോഹരമായിരുന്നു. ചക്രവാളത്തോളം നീണ്ടുവരുന്ന പച്ച ചുറ്റോട് ചുറ്റും. ഇടയ്ക്ക് അനേകമനേകം വരമ്പുകൾ, കടും പച്ചയുടെ തുരുത്തുകൾ, വളഞ്ഞും നീണ്ടും നാലായും പിരിഞ്ഞു പോകുന്ന പ്രായേണ വിജനമായ റോഡുകൾ, വരമ്പുകളിൽ നിറയെ വെള്ളക്കൊക്കുകൾ. ഇത് ഏതാ സ്ഥലമെന്ന് നിനക്കറിയോ? വിനയൻ ചോദിച്ചു. ഇല്ലെന്നവൾ തലയാട്ടി. എനിക്കും അറിയില്ല. ഞാൻ ആദ്യം കാണുകയാണ് ഇങ്ങനെയൊരു ഭൂപ്രദേശം. അനുപ്രിയ മിണ്ടുന്നില്ല. പിന്നെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അനുപ്രിയ അവനെ നോക്കി. ചോദിച്ചോ? അവൻ ചോദിച്ചു. അവൾ മൂളി. നീയാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ വരുന്നേ? ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നെന്നോ? അനുപ്രിയ അന്തം വിട്ടു നിന്നു. നടന്നുകൊണ്ടും മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കും. അവൻ പുഞ്ചിരിച്ചു. എങ്ങോട്ടാണ് നടക്കുന്നത്, എന്തിനാണെന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. എങ്കിലും അവൻ്റെ കൂടെ നടന്നു. 100 കണക്കിന് താറാവുകളെ നടത്തിക്കൊണ്ട് റോഡിലൂടെ വന്ന ഒരാളോട് വിനയചന്ദ്രൻ ചോദിച്ചു. ഇത് ഏതാണ് സ്ഥലം? കുട്ടനാടാണോ? ആ അതെ, ചേന്നങ്കരി, അതിനപ്പുറത്ത് കൈനകരി. അയാൾ അനുപ്രിയയെ കൂടി ഒന്ന് നോക്കിയിട്ട് താറാവുകളെയും കൊണ്ട് നടന്നുപോയി. ഇതെങ്ങനെയാ നമ്മളിവിടെ വന്നത്? വിനയൻ അവളോട് ചോദിച്ചു. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ നേരം ഡ്രൈവ് ചെയ്തു. അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. നിർത്താൻ പറഞ്ഞില്ലല്ലോ നീ. പറഞ്ഞോ? ഏതാണ്ട് 40-45 കിലോമീറ്റർ ദൂരം ഞാൻ വണ്ടി ഓടിച്ചിട്ടും നീ നിർത്താൻ പറഞ്ഞില്ല. ഞാൻ തമിഴ്നാടിനോ ആന്ധ്രയ്ക്കോ ഓടിച്ചിരുന്നെങ്കിലും നീ നിർത്താൻ പറയുമായിരുന്നോ? ഇല്ല. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. ഇപ്പം തിരിച്ച് എന്നോടായോ ചോദ്യം? ഞാനല്ലല്ലോ കൊണ്ടുവന്നത്. പിന്നല്ലാതാരാ? നീ ചോദിച്ചോ എങ്ങോട്ട് പോവുകയാണെന്ന്? ഇല്ല. വണ്ടി നിർത്താൻ പറഞ്ഞോ? അതുമില്ല. എന്തിനു കൊണ്ടുപോവുകയാണെന്ന് ചോദിച്ചോ? അതുമില്ല. കാറിൽ കയറാൻ പറഞ്ഞു. കാറിൽ കയറി. അവിടെ ഇരുന്നു. ഇങ്ങനാണോ ആരെങ്കിലും വിളിച്ചാൽ ചെയ്യേണ്ടത്? ഒന്നാമത് അന്യര് വിളിച്ചാൽ കാറിൽ കയറാൻ പാടില്ല. രണ്ടാമത് ഒരു പരിചയക്കാരൻ വിളിച്ച് കാറിൽ കയറ്റി എന്നിരിക്കട്ടെ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നമുക്കറിയാത്ത സ്ഥലത്തേക്കാണെങ്കിൽ വണ്ടി നിർത്താൻ പറഞ്ഞ് ബഹളം വയ്ക്കണം.
എവിടെങ്കിലും ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തിയാൽ ഉടൻ ഡോർ തുറന്ന് പുറത്ത് ചാടണം. എനിക്കറിയാം. അവളുടെ സ്വരത്തിലെ പരിഭവം അവന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെയൊന്നും പെരുമാറാതിരുന്നത്? മറുപടിയില്ല. ചോദിച്ചത് കേട്ടില്ലേ? എന്താ മറുപടി? പറ. എനിക്കറിയായിരുന്നു. എന്തറിയായിരുന്നു? എന്നെ വഴക്കു പറയാൻ കൊണ്ടുപോവുകയാണെന്ന്. നിന്നെ വഴക്കു പറയാൻ ഞാൻ ഇത്രയും പെട്രോളും ചിലവാക്കി ഇത്ര ദൂരം കാർ ഓടിച്ചു വരണോ? ദേഷ്യം തീരണ്ടേ? അവൾ പറഞ്ഞത് വിനയൻ ഉറക്കെ ചിരിച്ചു. നോവൽ തുടരും.